അനുമോളും ജിഷിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട്, അനുമോൾ താങ്കളുടെ മൈക്ക് ശരിയായി ധരിക്കുക. അപ്പോൾ അനുമോൾ കുറച്ച് സൗണ്ട് കുറച്ചാണ് സംസാരിച്ചത്, വേറെ ഒന്നും പറയല്ല, വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. തുടർന്ന് അനുമോൾ പറയുന്നുണ്ട്, ഞാനും ഈ ഷിയാസിക്കയും കൂടെ ഉള്ള ഒരു കൂട്ടറിയാവോ ജിഷിൻ ചേട്ടന്, എല്ലാവരും പെർഫോം ചെയ്യുന്ന സമയത്തും ഞാൻ ചോദിക്കുക ഏറ്റവും നല്ലപോലെ ആരാ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പേരാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിലൊരു ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്ങള പെങ്ങൾ ബന്ധമാണ്. പുള്ളിക്കാരനൊരു പെങ്ങളുണ്ട്, ഷീബ എന്നാണ് പേര്. പക്ഷേ എപ്പോഴും എന്നോട് പറയും ഷീബയെക്കാട്ടി കൂടുതൽ കരുതൽ എനിക്ക് നിന്നോടാണെന്ന്. അത്ര സ്നേഹമാണ് ഇക്കയ്ക്ക് എന്നോട്. ചില സമയത്തൊക്കെ ഞാൻ രാത്രി 1 മണിക്കാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ ഇക്ക ഉറങ്ങത്തില്ല. ചിലപ്പോൾ ഞാൻ സംസാരിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ സംസാരിക്കും. അപ്പോൾ എന്നെ എല്ലാം കേട്ടിട്ട് സമാധാനിപ്പിച്ച് ശേഷം മാത്രമേ ആ ഇക്ക ഉറങ്ങത്തുള്ളൂ. അത്ര സ്നേഹമാണ് എൻ്റെ അടുത്ത്. വീണ്ടും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, അനുമോൾ മൈക്ക് ശരിയായി ധരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ജിഷൻ പറയുന്നുണ്ട്, നമ്മൾ രഹസ്യമൊന്നും പറയുന്നില്ലല്ലോ, ആ മൈക്ക് നല്ലപോലെ ധരിക്കുക, കേൾക്കട്ടെന്ന്, എന്തിനാ പതുക്കെ പറയുന്നത് എന്ന് പറയുന്നു. അനുമോൾ പറയുന്നുണ്ട്, ഹൗസിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇക്കയ്ക്ക് എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിക്കത്തുള്ളൂ, അത്ര സ്നേഹമാണ് ഇക്കയ്ക്ക് എന്നോട്. ഷിയാസിക്കയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്, കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാലും ഇക്ക എൻ്റെ പേരേ പറയത്തുള്ളൂ. അത്ര കാര്യമാണ് ഇക്കയ്ക്ക് എന്നോട്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹമാണ്. ഇക്കയ്ക്ക് എന്നോട് അത്ര ജീവനാണ്. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലും ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ വിഷമമെല്ലാം മാറ്റും. അങ്ങനെയാണ് ഇക്ക, ഭയങ്കര സ്നേഹമാണ്. അപ്പം ജിഷൻ പറയാണ് പെരുമ്പാവൂർ ഷിയാസ്. അപ്പം അനുമോളും പറയുന്നത്, അതെ പെരുമ്പാവൂർ ഷിയാസ്.